എല്ലാവർക്കും നമസ്കാരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. പിറവത്തിനടുത്തുള്ള കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. പണ്ട് ഈ പ്രദേശത്ത് പുല്ലരിയാൻ വന്ന സ്ത്രീയുടെ അരിവാൾ ഒരു കല്ലിൽ തട്ടുകയും ആ കല്ലിൽ നിന്നും ചോരയൊഴുകുകയും ഉണ്ടായി. അതൊരു വിഗ്രഹമായിരുന്നു. തുടർന്ന് ആ സ്ത്രീക്ക് ഭഗവാന്റെ ദർശനമുണ്ടായി. മനസ്സുകൊണ്ട് വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള വിശ്വരൂപ ദർശനമായിരുന്നു ആ സ്ത്രീക്ക് കിട്ടിയത്. ഇതുകണ്ട സ്ത്രീ ഓടി തൊട്ടടുത്തുള്ള പുളിക്കാമറ്റത്തു മനയിലെത്തി. അവിടുത്തെ തിരുമേനി വന്ന് നോക്കിയപ്പോൾ കണ്ടത് തേജസ്വിയായ ഒരു യുവാവിനെയാണ്. യുവാവ് തിരുമേനിയോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത്. കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപ ദർശനമായിരുന്നു അത്. ഈ ക്ഷേത്രത്തിൽ 18 ദിവസം വിശ്വരൂപത്തിലും മറ്റു ദിവസങ്ങളിൽ സ്ത്രീ പുരുഷനായിട്ടുമാണ് ദർശനം. ഈ 18 ദിവസങ്ങളിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിസന്ധികളകന്ന് ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ധനുമാസത്തിലാണ് വിശ്വരൂപ ദർശനം നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ 18 ദിവസവും ഭഗവാൻ കഴിച്ചിരുന്നത് പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ദധ്യന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വരൂപ ദർശനം നടക്കുന്ന ദിവസങ്ങളിൽ ഈ നിവേദ്യം ക്ഷേത്രത്തിലുണ്ടാവും. ദധ്യന്നം എന്ന നിവേദ്യം കഴിച്ചാൽ വർഷം മുഴുവൻ രോഗപ്രതിരോധമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൂടാതെ സന്താന ഭാഗ്യത്തിന് താമരമൊട്ടിൽ നെയ്യ് നിറച്ച് സമർപ്പിക്കുന്നതും ഇവിടുത്തെ വിശേഷാൽ വഴിപാടാണ്. ഇവിടുത്തെ കുളത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ സ്വർണ്ണ നിറത്തിലുള്ള ആമയെ നമുക്ക് കാണാൻ സാധിക്കും.